വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്ന് നമ്മൾ RRB NDPC GKയുടെ ബാക്കി ഒരു പുതിയ സെക്ഷനിലേക്കാണ് നോക്കുന്നത്. ഹിസ്റ്ററിയുടെ സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റീസ് ആണ്. ചോള, ചാലുക്യ, പല്ലവ, സംഗമ അങ്ങനെയുള്ള ഡൈനാസ്റ്റികളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഗ്രൂപ്പ് ഡി എക്സാമുകൾക്കും NDPC എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് became very powerful in the 7th and 8th centuries and കാഞ്ചീപുരം was the capital. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം 7th and 8th സെഞ്ചുറീസിൽ കാഞ്ചീപുരം ക്യാപിറ്റലാക്കി വെച്ചിട്ടുള്ള ആരായിരുന്നു പവർഫുൾ ആയിട്ടുള്ള ഡൈനാസ്റ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? പല്ലവയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കാഞ്ചീപുരം ഏത് ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ആയിരുന്നു? പല്ലവയുടെ ക്യാപിറ്റൽ ആയിരുന്നു കാഞ്ചീപുരം എന്ന് പറയുന്നത്. ഇത് ആരായിരുന്നു ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്? സിംഗവിഷ്ണു എന്ന് പറയുന്ന ആളാണ്. സിംഗവിഷ്ണു എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ഫൗണ്ടർ. സിംഗവിഷ്ണു എന്ന് പറയുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഡൈനാസ്റ്റിയിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഭരണാധികാരി ആരായിരുന്നു എന്ന് വെച്ചാൽ നരസിംഹൻ സെക്കൻഡ് ആണ്. നരസിംഹൻ സെക്കൻഡ് ആണ് ഈ ഒരു ഡൈനാസ്റ്റിയിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത്. കൈലാസനാഥ്, ഈ നരസിംഹം സെക്കൻഡ് ആണ് എന്ത് കൺസ്ട്രക്ട് ചെയ്തത്? കൈലാസനാഥ ടെമ്പിള്. പിന്നീടോ ഐരാവതേശ്വർ ടെമ്പിൾസും ഒക്കെ പണി കഴിപ്പിച്ചത്. ഐരാവതേശ്വർ ടെമ്പിൾ ഓഫ് കാഞ്ചിയിലെ ഐരാവതേശ്വർ ടെമ്പിളും ഒക്കെ പണി കഴിപ്പിച്ചത് ഇവരാണ്. പിന്നീടോ കോസ്റ്റൽ ടെമ്പിൾസ് ഓഫ് എവിടെയാണ്? മഹാബലിപുരം. ഇതെല്ലാം പണി കഴിപ്പിച്ചത് ആരാണെന്നാ പറഞ്ഞത്? ഈ ഒരു ഡൈനാസ്റ്റിയിൽ നരസിംഹവർമ്മൻ സെക്കൻഡ് ആണ്. കൈലാസനാഥ ടെമ്പിൾ, പിന്നീട് ഐരാവതേശ്വർ ടെമ്പിൾ കാഞ്ചിയിലെ ആൻഡ് മഹാബലിപുരത്തെ ടെമ്പിളൊക്കെ പണി കഴിപ്പിച്ചത് ഇദ്ദേഹം ആയിരുന്നു. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാഷ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ പാണ്ഡ്യ ഡൈനാസ്റ്റി. പാണ്ഡ്യ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പാണ്ഡ്യ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? മധുരയാണ് പാണ്ഡ്യ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം എന്താണ് വേറെ ഏതൊക്കെയാണ്? ചോള, ചേര, പാണ്ഡ്യ ഇവയൊക്കെ എവിടെയാണ്? ഇവയെല്ലാം തമിഴ്നാട്ടിന്റെ ഏരിയയിൽ വരുന്ന സൗത്ത് ഈസ്റ്റേൺ തമിഴ്നാട്ടിലായിട്ട് വരുന്ന കുറെ പിന്നെ ഡൈനാസ്റ്റികളാണ്. അതുപോലെ തന്നെ പാണ്ഡ്യയുടെ മധുര, ഈ ക്യാപിറ്റൽ ഓഫ് പാണ്ഡ്യ എന്ന് പറയുന്നത് മധുരയായിരുന്നു. ക്യാപിറ്റൽ ഓഫ് പാണ്ഡ്യ എന്ന് പറയുന്നത് എന്താണ്? മധുരയായിരുന്നു. അപ്പൊ അത്രയാണ് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. അടുത്തത്, റൂൾഡ് ദ റീജിയൻ അറൗണ്ട് ദ മധുര ആൻഡ് അറ്റൈൻഡ് ദ സുപ്രീമസി ഇൻ ദ 13th century. അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് ആരാണ്? ഡാഷ് ഉണ്ട്, ഇവിടെ ഒരു ഡാഷ് ഉണ്ട്. അപ്പം ഹൂ റൂൾഡ് ദ റീജിയൻ അറൗണ്ട് ദ മധുര ആൻഡ് അറ്റൈൻഡ് ദ സുപ്രീമസി ഇൻ ദ 13th century എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് രാജ്പുട്ട് ഉണ്ട്, ചോളയുണ്ട്, ചേരയുണ്ട്, പാണ്ഡ്യ ഉണ്ട്. ഇതിനകത്ത് ആരാണ് മധുരയില് മധുരയില് സുപ്രീമസി 13th century എന്ന് പറയുന്നത്? പാണ്ഡ്യ തന്നെയാണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ആരാണ്? പാണ്ഡ്യ തന്നെയാണ് വരുന്നത്. അപ്പം പാണ്ഡ്യ ഡൈനാസ്റ്റി മധുരയില് റൂൾ ചെയ്തിരുന്നു. അതുപോലെ പാണ്ഡ്യ ഡൈനാസ്റ്റി മൂന്ന് റീജിയനിലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. സംഗം പീരീഡ്, പിന്നീട് ഉള്ളതെന്ന് പറയുന്നത് കണ്ടുഗൺ പീരീഡ്, പിന്നീടുള്ളതെന്ന് പറയുന്നത് സെക്കൻഡ് പാണ്ഡ്യ കിങ്ഡം ആണ്. അതെന്ന് പറയുന്നത് സുന്ദരപാണ്ഡ്യ സംഘം എന്ന് പറയുന്ന ആളാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് തമിഴ്നാട്ടിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ മധുരയിലുള്ള ഏതാണ്? മീനാക്ഷി ടെമ്പിൾ ഉണ്ട് അല്ലെ? മീനാക്ഷി ടെമ്പിള് ഉള്ളത് എവിടെയാണ്? മധുരയിലാണ് മീനാക്ഷി ടെമ്പിൾ ഉള്ളത്. അതുപോലെ തന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
Who among the following Chola kings is considered as the greatest? ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ചോള കിങ്സ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആരാണ്? ഹു among the following ചോള കിങ്സ് ഈസ് കൺസിഡേർഡ് ദ ഗ്രേറ്റസ്റ്റ്? കരികാല ചോളരാണ് ഇതിനകത്ത് ഏത് വരുന്നത്? ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ചോള കിങ് എന്ന് പറയുന്നത് കരികാല ചോളയാണ്. അപ്പൊ ഇയർലി ക്യാപിറ്റൽ ഓഫ് ചോള എവിടെയാണ്? ക്യാപിറ്റൽ ഓഫ് ചോള, ഇയർലി ക്യാപിറ്റൽ ഓഫ് ചോള എന്ന് പറയുന്നത് ഏതാണ്? ക്യാപിറ്റൽ ഓഫ് ചോള എന്ന് പറയുന്നത് നോർത്തേൺ മനാലൂർ ആണ്. എവിടെയാണ്? നോർത്തേൺ മനാലൂർ. ഇപ്പൊ നോർത്തേൺ മണലൂരാണ് ക്യാപിറ്റൽ ഓഫ് ചോള എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിന് പിന്നീട് ഉരയൂരിലേക്ക് മാറി. പിന്നീട് എവിടേക്ക് മാറി? ഉരയൂരിലേക്ക് മാറി. പിന്നീട് ഉരയൂർ ആൻഡ് തഞ്ചാവൂരിലേക്ക് മാറുകയാണ് ഉണ്ടായത്. പിന്നീട് ഉരയൂർ ആൻഡ് തഞ്ചാവൂരിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അപ്പം ആദ്യമായിട്ട് ചോളാസ് ആണ് എന്ത് ചെയ്തത്? എമർജ് ചെയ്തത്. മോസ്റ്റ് പവർഫുൾ റൂളർ ഓഫ് ഈ ചോള ഡൈനാസ്റ്റിയാണ് കരികാല ചോള എന്ന് പറയുന്നത്. അദ്ദേഹം പാണ്ഡ്യ, ചേര എന്നീ രാജ്യങ്ങളിലെ 11 രാജാക്കന്മാരെ എന്ത് ചെയ്തു? ഡിഫീറ്റ് ചെയ്തു. അതുപോലെ തന്നെ കാവേരിപട്ടണം എന്ന് പറയുന്ന സിറ്റി, കാവേരിപട്ടണം എന്ന സിറ്റി പണി കഴിപ്പിച്ചത് ആരാണ്? കരികാല ചോളയാണ്. അതുപോലെ ഇത് എവിടെയാണ്? കാവേരിയുടെ തീരത്താണ്. കാവേരിയുടെ തീരത്താണ് കാവേരിപട്ടണം എന്ന് പറയുന്ന സിറ്റി ഉള്ളത്. അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. അപ്പം ചോള കിങ്സിന്റെ പോർട്ട് ഏതാന്ന് വെച്ചാലും കാവേരിപട്ടണമാണ്. അവരുടെ എംബ്ലം എന്താണ്? എംബ്ലത്തിൽ എന്താണ്? ടൈഗർ ആയിരുന്നു. ഈ ഒരു ചോള കിങ്സിന്റെ എംബ്ലത്തിൽ എന്താണുള്ളത്? ടൈഗർ ആണ്. ഇവരുടെ എംബ്ലത്തിനകത്തുള്ളത് ടൈഗർ ആണ്. അടുത്ത വിച്ച് കിങ്സ് ഓഫ് ദ പല്ലവ ഡൈനാസ്റ്റി ഓൾസോ റോട്ട് സംസ്കൃത പ്ലേസ് എഴുതിയത് ഏത് രാജാവാണ്? പല്ലവ ഡൈനാസ്റ്റിയിലെ ഏത് രാജാവാണ് സംസ്കൃത പ്ലേസ് എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാല് രാജരാജ ചോളയാണോ? മഹേന്ദ്രവർമ്മനാണോ? അതോ രാജസിംഹനാണോ? വിക്രമാദിത്യനാണോ? ആരാണ് സംസ്കൃത പ്ലേസ് എഴുതിയത്? പല്ലവ ഡൈനാസ്റ്റിയിലെ ഏത് രാജാക്കന്മാരാണ് സംസ്കൃത പ്ലേസ് എഴുതിയെന്ന് വെച്ചാല് പ്ലേസ് എഴുതിയത് മഹേന്ദ്രവർമ്മനാണ്. മഹേന്ദ്രവർമ്മൻ. അപ്പം മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് ഏതാണ്? മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് എന്ന് പറയുന്നത് പല്ലവ ഡൈനാസ്റ്റിയിലെയാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? പല്ലവ എംപയറിലെ മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തത്? ഈ ഒരു പിന്നെ സംസ്കൃത പ്ലേസ് ഒക്കെ എഴുതിയത്. അദ്ദേഹത്തിന്റെയാണ് മാതാവിലാസ പ്രഹാസം എന്ന് പറയുന്നത്. മാതാവിലാസ പ്രഹാസം എന്ന ബുക്ക് അദ്ദേഹത്തിന്റെയാണ്. അദ്ദേഹത്തിന്റെ ബുക്ക് അപ്പൊ ഇങ്ങോട്ട് എഴുതാം. ഏതാണ്? മാതാവിലാസ പ്രഹസം. മാതാവിലാസ പ്രഹസൻ എന്ന് പറയുന്നത് ഈ മഹേന്ദ്രവർമ്മന്റെ ഒരു ബുക്കാണ്. ഇത്രയാണ് ഇവിടെ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കിങ്സ് ഓഫ് പല്ലവ ഡൈനാസ്റ്റി ഓൾസോ റൂട്ട് സംസ്കൃത് പ്ലേസ്? അപ്പൊ സംസ്കൃത പ്ലേസ് എഴുതിയത് മഹേന്ദ്രവർമ്മനാണ്. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ. വിച്ച് ചാലൂക്യ കിങ് ഡിഫീറ്റഡ് കിങ് ഹർഷ ഓഫ് കനൂജ്? കനൂജിലെ ഹർഷയെ ഡിഫീറ്റ് ചെയ്ത ചാലൂക്യ കിങ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പം ഏതാണ്? പുലികേശി സെക്കൻഡ് ആണ് കനൗജിലെ ഹർഷയെ തോപ്പിച്ചത്. പുലികേശി സെക്കൻഡ് ആണ്. അദ്ദേഹം ആരാണ്? എവിടുത്തെ റൂളറാണ്? ചാലൂക്യ പുലികേശൻ സെക്കൻഡ് എന്ന് പറയുന്നത് എവിടത്തെയാണ്? ചാലൂക്യ റൂളർ ഓഫ് ബാദ്മി ഡിഫീറ്റഡ് ആണ് ഏതെന്ന് പറയുന്നത്? ഹർഷ ഓഫ് കനൗജ്. ഹർഷ ഓഫ് കനൗജിനെ ഡിഫീറ്റ് ചെയ്ത ചാലൂക്യ കിങ് എന്ന് പറയുന്നത് ആരാണ്? പുലികേശി സെക്കൻഡ് ആണ്. എവിടെ വെച്ചിട്ടാണ്? നർമ്മദാ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് പിന്നെ ഡിഫീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയുമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. Who was the last ruler of the Chola dynasty? ചോള ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ ആരാണെന്ന് അറിയുമോ? രാജേന്ദ്ര ചോളയാണ്. രാജേന്ദ്ര ചോള തേർഡ് ആണ് എന്തെന്ന് പറയുന്നത്? ആ ചോള ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ രാജേന്ദ്ര ചോളയാണ്. വിജയാലയാണ് ചോള ഡൈനാസ്റ്റി. വിജയാലയ എന്ന് പറയുന്ന ആളാണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്?
വിജയാലയ എന്ന് പറയുന്ന ആളാണ് ഈ ചോള ഡൈനാസ്റ്റി എന്ത് ചെയ്തത്? വിജയാലയാണ് ചോള ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. 850 AD എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ക്യാപിറ്റൽ എവിടെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? അപ്പം ക്യാപിറ്റൽ എവിടെയാണ്? തഞ്ചാവൂരാണ്. തഞ്ചാവൂരിലാണ് ഈ ഒരു ഇതുള്ളത്. തഞ്ചാവൂരിലാണ്. അപ്പൊ എവിടെയാണ്? കാവേരി റിവറിന്റെ ഈസ്റ്റിലായിട്ടാണ് കാവേരി റിവറിന്റെ ഈസ്റ്റിലായിട്ടാണ് ഇതുള്ളത്. അപ്പൊ ഇയർലി ചേര ഡൈനാസ്റ്റി, വിച്ച് കിങ്ഡം വേർ റൂൾഡ് ബൈ ദ ഇയർലി ചേര ഡൈനാസ്റ്റി? അപ്പം ഇയർലി ചേര ഡൈനാസ്റ്റി റൂൾ ചെയ്ത ആരാണ്? വിച്ച് കിങ്ഡം വേർ റൂൾഡ് ബൈ ദ ഇയർലി ചേര ഡൈനാസ്റ്റി? അപ്പൊ എന്താണ്? തമിഴ്നാടും കേരളയൊക്കെയാണ് ചേര ഡൈനാസ്റ്റി റൂൾ ചെയ്തത്. ചേര ഡൈനാസ്റ്റി റൂൾ ചെയ്തത് ഇയർലി ചേര ഡൈനാസ്റ്റി. വിച്ച് കിങ്ഡംസ് വേർ റൂൾഡ് ബൈ ഇയർലി ചേര ഡൈനാസ്റ്റി? തമിഴ്നാടും ആൻഡ് കേരളയാണ് റൂൾ ചെയ്തത്. വിച്ച് ഇന്ത്യൻ കിങ് യൂസ്ഡ് നേവൽ പവർ ടു കൺകേ പാർട്ട് ഓഫ് ഈസ്റ്റ് ഏഷ്യ? അപ്പൊ ഏതാണ്? തമിഴ്നാട് ആൻഡ് ഏത് ഇന്ത്യൻ റൂളറാണ്? എന്താണ് നേവൽ പവർ? ഈസ്റ്റ് ഏഷ്യയിലെ ആൾക്കാരെ കൺക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നേവൽ പവർ ഉപയോഗിച്ചത് ഏത് ഇന്ത്യൻ കിങ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഇന്ത്യൻ കിങ് ആണ്? രാജേന്ദ്ര ചോളയാണ് ഈ നേവൽ പവർ ഉപയോഗിച്ചത്. രാജേന്ദ്ര ചോളയാണ് നേവൽ പവർ ഉപയോഗിച്ചത്. അടുത്തത് വിദ്യാശക്തി വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ഡാഷ് ഡൈനാസ്റ്റി. വിദ്യാശക്തി എന്ന് പറയുന്നത് ഏത് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ്? വിദ്യാശക്തി വാസ് ദ ഫൗണ്ടർ ഓഫ് ഏത് ഡൈനാസ്റ്റിയാണ്? ഇത് ഓപ്ഷൻസ് തെറ്റാണ്. ഇത് ഓപ്ഷൻസ് ടൈപ്പിംഗ് എററാണ്. വിദ്യാശക്തി വാസ് ദ ഫൗണ്ടിങ് ഓഫ് ഏത് ഡൈനാസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കാത്തക്ക ഡൈനാസ്റ്റിയാണ്. വക്കാത്തക്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് വിദ്യാശക്തി എന്ന് പറയുന്നത്. അപ്പം ഇത് എവിടെയായിരുന്നു ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഡൈനാസ്റ്റി മധ്യപ്രദേശിലാണ് ഉള്ളത്. എവിടെയാണുള്ളത്? മധ്യപ്രദേശിലാണ് ഇതുള്ളത്. മധ്യപ്രദേശിലാണ് ഇത്. പിന്നീട് ഇത് ആന്ധ്രാപ്രദേശിലും കൂടെയൊക്കെ വ്യാപിച്ചിട്ടുള്ള ഒരു ഒരു ഡൈനാസ്റ്റിയാണ് വാക്കാത്തക്ക ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഇത് പിന്നീടും ആന്ധ്രാപ്രദേശിലൂടെയൊക്കെ വന്നിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഇതിനകത്ത് ഇവരുടെ ഈ ഒരു ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള റൂളർ പ്രവാർ സെൻ ആണ്. ഏതാണ്? പ്രവാർ സെൻ എന്ന് പറയുന്ന ഒരു റൂളാണ്. പ്രവാർ സെൻ എന്ന് പറയുന്ന റൂളർ എവിടെയാ ഉള്ളത്? വിദ്യാശക്തി എന്ന് പറയുന്ന ഈ ഫൗണ്ടർ ആയിട്ടുള്ള വാകത്തക ഡൈനാസ്റ്റിയിലെ പ്രവാർ സെൻ എന്ന് പറയുന്ന റൂളർ ഉണ്ടായിരുന്നു. ഹു വാസ് ദ ഫസ്റ്റ് ഓഫ് ദ പാല ഡൈനാസ്റ്റി? പാല ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് ആരാണ് പാല ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് പാല ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് ഓഫ് പാല ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഗോപാലാണ്. ആരാണ്? ഗോപാൽ എന്ന് പറയുന്ന ആളാണ്. ഗോപാല. അപ്പം ഈ ഒരു പാല ഡൈനാസ്റ്റിയുടെ ഒരു ക്യാപിറ്റൽ എവിടെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? മഞ്ചർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു. ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ഈ ഒരു ഫൗണ്ടർ പാല റൂളർ ധർമ്മപാല എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ധർമ്മപാല. ഈ ധർമ്മപാലയാണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഓടന്തപുരി യൂണിവേഴ്സിറ്റി ഒക്കെ ഫൗണ്ടർ ചെയ്തത് ഇദ്ദേഹമായിരുന്നു. ധർമ്മപാല എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഗോപാല്, ധർമ്മപാല് അങ്ങനെയുള്ള കുറെ റൂളേഴ്സ് ഒക്കെ ഈ പാല ഡൈനാസ്റ്റിയിലുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ടും ധർമ്മപാലയാണ് മെയിൻ ആയിട്ടുള്ള പാല ഡൈനാസ്റ്റിയിലുള്ള ആള്. അപ്പൊ ഇദ്ദേഹമാണ് എന്ത്? വിക്രമശില യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തു. ഏതാണ്? വിക്രമശില യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തത് ആരാണ്? വിക്രമശില യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തത് ധർമ്മപാലനാണ്. പാല ഡൈനാസ്റ്റിയിലെ ആളാണ് ധർമ്മപാലൻ എന്ന് പറയുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദീസ് ഡൈനാസ്റ്റീസ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയുമായി ബന്ധമില്ലാത്ത അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇതിനകത്ത് ഏതാണ്? പാല ഡൈനാസ്റ്റിയാണ്. പാണ്ഡ്യയൊക്കെ തമിഴ്നാട്ടിലാണ്. അപ്പം ഏതാണ്? പാലാണ് ഇതിനകത്ത് വരാത്തത് സൗത്ത് ഇന്ത്യയിൽ.
ഇപ്പൊ പാണ്ഡ്യ, സതവാഹന, പല്ല, പഹാൽവയ ഡൈനാസ്റ്റി സൗത്ത് ഇന്ത്യയാണ്. ഇവരൊക്കെ എന്ന് വെച്ചാല് പാല എവിടുത്തെയാന്ന് വെച്ചാല് ബംഗാളിലെയാണ്. ഇത് ഇവിടുത്തെയാണ്, ബംഗാളിൽ നിൽക്കുന്ന ഒരു ഡൈനാസ്റ്റിയാണ് പാല ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെയാണ്, ബംഗാളിൽ വരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് പാല ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എവിടെയാണ്? ക്യാപിറ്റൽ ഓഫ് പാല ഡൈനാസ്റ്റി എന്ന് പറയുന്നത് എവിടെയാണ്? ക്യാപിറ്റൽ മുഞ്ചർ ആണ്. അതുപോലെ നെക്സ്റ്റ് റൂളർ ഓഫ് ദ പാല ഡൈനാസ്റ്റി വാസ് ധർമ്മപാല. ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് റൂളർ എന്താണ്? ധർമ്മപാലനാണ്. 770 തൊട്ട് 810 AD വരെയാണ് ഇതുള്ളത്. വിക്രമശില, നളന്ദ യൂണിവേഴ്സിറ്റി എല്ലാം പണി കഴിപ്പിച്ചത് ഈ ഇദ്ദേഹമാണ്. വിക്രമശിലയും നളന്ദ യൂണിവേഴ്സിറ്റികളും പണി കഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഓദർ ഓഫ് ഇന്ത്യക്ക. ഇന്ത്യക്ക എന്ന് പറയുന്ന ബുക്കിന്റെ ഓദർ ആരാണ്? മെഗസ്തനീസ് ആണ്. ഇന്ത്യക്കയുടെ ഓദർ ആരാണ്? മെഗസ്തനീസ്. മെഗസ്തനീസ് ഇന്ത്യക്കയുടെ ഓദർ ആണ്. ഇത് ഏത് ടൈമിലാണ് എഴുതിയെന്ന് പറഞ്ഞാൽ 350 തൊട്ട് 290 BC-യിലാണ് ഈ ബുക്ക് എഴുതുന്നത്. ഇതെന്ന് പറയുന്നത് മെഗസ്തനീസ് എന്ന് പറയുന്നത് ഗ്രീസിൽ നിന്ന് വന്ന ഒരു അംബാസിഡർ ആയിരുന്നു. അദ്ദേഹം ചന്ദ്രഗുപ്തന്റെ കോർട്ടിലോട്ടാണ് വന്നത്. ആരുടെ കോർട്ടിലോട്ട്? ചന്ദ്രഗുപ്തന്റെ കോർട്ടിലോട്ട് വന്നു. ചന്ദ്രഗുപ്തന്റെ കോർട്ടിലോട്ട് വന്നിട്ട് എന്ത് ചെയ്തു? ചന്ദ്രഗുപ്തന്റെ കോർട്ടിൽ വന്ന് അവിടെ താമസിച്ചു കുറെ വർഷങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ഇന്ത്യക്ക എന്ന് പറയുന്ന ബുക്ക് എഴുതി. അപ്പൊ ഇതിനകത്ത് എന്താണ്? പാടലിപുത്രയെ കുറിച്ച് ഈ ബുക്കിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാല് പാടലിപുത്രയെ കുറിച്ചാണ് ഇന്ത്യക്ക എന്ന് പറയുന്ന ബുക്കിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പാടലിപുത്രയെ കുറിച്ചാണ് ഇന്ത്യക്ക എന്ന് പറയുന്ന ബുക്കിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി മെഗസ്തനീസ് ആണ്. ഹു റോട്ട് ഇന്ത്യക്ക? നമ്മളപ്പോഴത് പറഞ്ഞു മെഗസ്തനീസ് ആണ്. മെഗസ്തനീസ് ആണ് ഇന്ത്യക്ക എഴുതിയ ആളെന്ന് പറയുന്നത് മെഗസ്തനീസ്. അത് കഴിഞ്ഞിട്ട് തമിഴ് പോയിട്ട് കമ്പൻ കമ്പൈൽഡ് ദ തമിഴ് വേർഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്സ്റ്റ് എന്നാണ്. അപ്പം ഇതിനകത്ത് തമിഴ് കമ്പൻ എന്നാണ് ഒരു ബിയും കൂടി ഉണ്ട്. കമ്പൻ എന്നാണ്. അത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്സ്റ്റ്, ഏത് ടെക്സ്റ്റിൽ നിന്നാണ്? രാമായണ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ് ആര്? കമ്പൻ എഴുതിയത്. കമ്പൻ എന്ന് പറയുന്നത് തമിഴ് ലാംഗ്വേജിൽ പോയിട്ട് കമ്പൻ ഏത് രാമായണയുടെ തമിഴ് വേർഷൻ എഴുതി. അത് കമ്പൻ എഴുതിയോണ്ട് ആ ബുക്കിനെ കമ്പരാമായണം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? കമ്പൻ എഴുതിയോണ്ട് ആ ബുക്കിനെ കമ്പരാമായണം എന്നാണ് ആ ബുക്കിനെ അറിയപ്പെടുന്നത്. അപ്പൊ തമിഴ് ലിറ്ററേച്ചറിന്റെ ഒരു മാസ്റ്റർ പീസ് ആണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. മുദ്രരാക്ഷസ എഴുതിയതാരാണ്? മുദ്രരാക്ഷസം പുരാതന ഇന്ത്യയിലെ ഒരു സംസ്കൃത പ്ലേ ആയിട്ടുള്ള മുദ്രരാക്ഷസ എഴുതിയതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? മുദ്രരാക്ഷസം എഴുതിയത് ആരാണ്? നാഗാർജുനയാണോ? അതോ സോമദേവ ആണോ? ശുദ്രാകയാണോ? അതോ ബാനഭട്ടയാണോ? വിശാഖദത്തനാണോ? കാളിദാസനാണോ? ആരാണ് പിന്നെ ഇത് എഴുതിയത്? മുദ്രരാക്ഷസ എഴുതിയത് ആരാണ്? വിശാഖദത്തനാണ്. അതിന്റെ ആൻസർ വിശാഖദത്തയാണ് മുദ്രരാക്ഷസം എന്ന് എഴുതുന്നത്. ഇതൊരു സംസ്കൃത ഡ്രാമയാണ്. ഒരു ഡ്രാമയാണ് ഈ മുദ്രരാക്ഷസം എന്ന് പറയുന്നത്. ഇത് എഴുതിയത് വിശാഖദത്തനാണ്. ഇത് എന്തിനെ കുറിച്ചായിട്ടാണ്? റിയൽ ലൈഫ് ഓഫ് ചാണക്യയാണ് സൂചിപ്പിക്കുന്നത്. റിയൽ ലൈഫ് ഓഫ് ചാണക്യ ആൻഡ് ചന്ദ്രഗുപ്തയാണ് ഇതിനകത്ത് പറയുന്നത്. ചാണക്യനെയും ചന്ദ്രഗുപ്തനെയും കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. ഫിഫ്ത് വേദ എന്നറിയപ്പെടുന്നത് ഏതാണ്? മഹാഭാരതമാണ്. ഏതാണ് ഫിഫ്ത് വേദ എന്നറിയപ്പെടുന്നത്? മഹാഭാരതത്തെയാണ് ഫിഫ്ത് വേദ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ്? മേജർ ബുക്ക് ഓഫ് ഹിന്ദുസ് ആണിത്, അല്ലെ? ഹിന്ദുക്കളുടെ ബുക്കാണിതെന്ന് പറയുന്നത് ഈ ഒരു മഹാഭാരത എന്ന് പറയുന്നത്. രഘുവംശം എഴുതിയത് ആര്? Whom the following has compiled രഘുവംശം? ആരാണ് രഘുവംശം എഴുതിയത്? കാളിദാസയാണ് രഘുവംശം എഴുതിയത്. ഇത് എന്തിനെയാണ് പറയുന്നത്? രാഘുകുലിൽ ജനിച്ച ആരാണ്? 29 കിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത്. അതുപോലെ തന്നെ ജ്ഞാനശാകുന്തളവും ഒക്കെ ആരുടെയാണ്?
കാളിദാസന്റെയാണ്. അഭിജ്ഞാന ശാകുന്തളം, കുമാരസംഭവം, മേഘദൂതം, അതുപോലെ ഋതുസംഹാരം, മേഘ സന്ദേശം, മേഘദൂതം, ഋതുസംഹാരം, കുമാരസംഭവം, ഇതെല്ലാം ആരുടെയാണ്? ഈ കാളിദാസന്റെ ബുക്കുകളാണ്. പഞ്ചതന്ത്ര കഥകൾ എഴുതിയത്, പഞ്ചതന്ത്ര ആരുടെയാണെന്ന് പറഞ്ഞത്? വിഷ്ണു ശർമ്മന്റെയാണ്. ആരുടെയാണ്? വിഷ്ണു ശർമ്മന്റെയാണ് പഞ്ചതന്ത്ര എന്ന് പറയുന്ന ബുക്കുകളെല്ലാം വരുന്നത്. സംസ്കൃതത്തിലുള്ളതാണ് ഇതെന്ന് പറയുന്നത്. പണ്ഡിറ്റ് വിഷ്ണു ശർമ്മ എഴുതിയതാണ്. പിന്നെ അത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. രാമായണം എഴുതിയതാരാണ്? രാമായണം എഴുതിയത് വാൽമീകിയാണ്. ആരാണ്? വാൽമീകി. രാമായണം എഴുതിയതാരാണ്? വാൽമീകിയാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. വിഷ്ണു ശർമ്മയാണ് അടുത്തതിനകത്ത് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ancient, who among the following has compiled the ancient treatise നാട്യശാസ്ത്ര ഓഫ് ഇന്ത്യ? നാട്യശാസ്ത്രം എഴുതിയതാരാണ്? ഭരതമുനിയാണ്. ഇന്ത്യയുടെ നാട്യശാസ്ത്രം ഭരതമുനിയാണ് എഴുതിയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് നോക്കാം. Who is the author of the ancient Sanskrit grammar book? അഷ്ടദായി. അഷ്ടദായി എഴുതാരാ? അഷ്ടദായി എഴുതിയത് പാണിനി. അഷ്ടദായി എഴുതാരാ? പാണിനിയാണ് അഷ്ടദായി എഴുതിയത്. Who is the author of the ancient Sanskrit grammar book? അഷ്ടദായി. പാണിനിയാണ് അഷ്ടദായി എഴുതിയത്. Who is the compiler of the famous book തിരുക്കുറൾ? തിരുക്കുറൾ എഴുതിയതാരാ? തിരുക്കുറൾ എഴുതിയത് തിരുവള്ളൂർ. തിരുക്കുറൾ എഴുതിയതാരാ? തിരുവള്ളൂർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.